മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDFന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDFന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുക്കുകയില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9 വർഷത്തിനിടെ സംസ്ഥാനത്ത് ബാറുകൾ 30 ഇരട്ടി വർദ്ധിപ്പിച്ച് ആളുകളെ പ്രലോഭിപ്പിച്ച് കുടിപ്പിക്കുകയാണെന്നും ഇത് കൊടുംവഞ്ചനയാണെന്നും മദ്യലഭ്യതയും ഉപയോഗവും കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDFന് വോട്ടില്ല എന്ന സംഘദൗത്യവുമായി സംഘ സന്ദേശവുമായി സഞ്ചരിക്കുകയാണ്. ഇത് മലബാർ മേഖല ജാഥയാണ്. 2-ാം തീയതി കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ഇന്നലെ കണ്ണൂർ സഞ്ചരിച്ച് ഇന്ന് ഇവിടെ ഈ പ്രദേശത്ത് ആണ് പരിപാടി. ഉച്ചയ്ക്ക് ശേഷം ഇരുട്ടി പേരാവൂർ കഴിഞ്ഞ് രാത്രി വയനാട്ടിലെത്തി നാളെ വയനാട്, അടുത്ത ദിവസം കോഴിക്കോടിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടെ മലപ്പുറത്തെത്തി പിന്നീട് പാലക്കാട്, തൃശ്ശൂരിൽ സമാപിക്കും. നാടെങ്ങും മദ്യമൊഴുക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ലഭ്യതയും പടിപടിയായി കുറയ്ക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയവരാണ്. പടിപടിയായി കുറയ്ക്കുമെന്നുള്ള വാക്ക് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മദ്യനിരോധനം പറഞ്ഞിട്ടില്ലെന്നാണ്. അതാണ് മദ്യനിരോധനം. 2005 ഫെബ്രുവരി 5-ാം തീയതി വിജയരാജൻ ഉണ്ണി സെക്രട്ടേറിയറ്റ് ഗവർണർ ഒപ്പിട്ടിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം പാലിക്കേണ്ട ദൂരവ്യവസ്ഥ ലഘൂകരിച്ചും മദ്യവ്യാപനത്തിന് കൂട്ടുനിന്ന സർക്കാർ ഏറ്റവും ഒടുവിൽ 232,447 വകുപ്പുകൾ റദ്ദ് ചെയ്തും ദേവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും മദ്യശാലകൾ, ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ വർദ്ധിപ്പിച്ച് രാത്രി 12 മണി വരെയാക്കിയെന്നും സംസ്ഥാനത്തെ ബാറുകളിൽ ഇപ്പോൾ വിൽക്കുന്നതിൽ വലിയൊരു പങ്ക് കണക്കിൽപ്പെടുത്താത്ത നികുതി അടയ്ക്കാത്ത മദ്യമാണെന്നും പരിശോധനയോ കേസെടുക്കലോ നടത്താതെ എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഈ നിയമലംഘനത്തിന് സഹായം ചെയ്യുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. ഇന്നത്തെ ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ചതിയുടെ കഥ കൂടി പറഞ്ഞു അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 സമരങ്ങളിലൂടെ 2 ആവശ്യങ്ങൾ മാത്രമേ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞു 232, 447 വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ജനാധികാര വകുപ്പുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. ഇതാണ് ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത്തത്, ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ, അതായത് വിദ്യാലയങ്ങളിലെ ലക്ഷക്കണക്കിൽ വരുന്ന വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ രാസലഹരികൾക്ക് അടിമകളാകാതിരിക്കാൻ, മദ്യലഹരിക്ക് അടിമകളാകാതിരിക്കാൻ നിങ്ങളുടെ ഗിമ്മിക്കുകൾ ഒന്നും മതിയാവുകയില്ല. വാർത്താസമ്മേളനത്തിൽ മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, സ്റ്റേറ്റ് സെക്രട്ടറി സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത്, ജില്ലാ പ്രസിഡന്റ് MP ജോസഫ്, സെക്രട്ടറി രാമകൃഷ്ണൻ മോനാച്ച എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.